രതീഷ്, ആ പ്രദേശത്തേക്ക് ഒരുപാട് പേര് ആശങ്കയോടെ എത്തിച്ചേരുന്ന കാര്യം നേരത്തെ രതീഷ് അറിയിച്ചിരുന്നു. അങ്ങനെ എത്തിച്ചേരുന്നവരെയൊക്കെ അവിടെ നിന്ന് കൃത്യമായി മാറ്റാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ കളക്ടറും IG-യും ഒക്കെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? തീർച്ചയായും, കാരണം ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തിരക്കാണ്. കാരണം ഇവിടെയൊക്കെ നിരവധി വ്യാപാരികളുള്ളതാണ്, ചുമട്ടുതൊഴിലാളികളുള്ളതാണ്, ബസ് തൊഴിലാളികളുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ ഇത്തരം വലിയൊരു തീപിടുത്തം എന്ന നിലയിൽ തന്നെയാണ് അവരുടെ ജീവനോപാധിയായ ഒരു ഇടമാണ്. ആ ഇടത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്നത് അവരെ ആശങ്കയിലാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ പലയിടങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ജീവനോപാധിയായിട്ടുള്ള ഒരു ഇടത്താണ്, സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ള വ്യാപാരികൾ. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലൊക്കെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുണ്ട്. ഇപ്പം എന്തായാലും അത്തരത്തിലുള്ള ആശങ്കയാണ് ഈ വലിയ ആൾക്കൂട്ടത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നിയന്ത്രിക്കാൻ പോലീസ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തെല്ലാം തന്നെ കയർ കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലീസിൻ്റെ തണ്ടർബോൾട്ടിൻ്റെ ഉൾപ്പെടെ സ്പെഷ്യൽ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആശങ്കയുണ്ട് ഈ തൊഴിലാളികൾക്ക്, ഇവിടെയുള്ള ആളുകൾക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വ്യാപാരികളായുള്ള ആളുകളെ പ്രവർത്തകരൊക്കെ ഇവിടെ തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ജീവനോപാധിയായിട്ടുള്ള ഇടത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾക്കൂട്ടം ഉണ്ടാവും. പക്ഷേ അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഇവർ എത്തിയിട്ടുള്ളത്. എന്താണ് പറയുന്നത്? കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ ഒരു തീപിടുത്തം തന്നെയാണ്. ഇതിനു മുന്നേ ഒരു 10-15 വർഷം മുന്നേ നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ സുനിയേട്ടൻ നമ്മുടെ കോഴിക്കോടിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് കോഴിക്കോട് നഗരം കത്തിക്കൊണ്ടിരിക്കുന്നത് 2.5 മണിക്കൂറായി. നമ്മുടെ സംവിധാനത്തിൻ്റെ പോരായ്മ ഉണ്ട്, പക്ഷെ സംവിധാനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ച് ഉണ്ടായിരുന്ന അഗ്നിശമന സേന ആ കെട്ടിടം നശിപ്പിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് കോഴിക്കോട് മാനഞ്ചരക്കകത്ത് ഒരു 5-6 വണ്ടികൾ താൽക്കാലിക സംവിധാനത്തിൽ കോഴിക്കോട് നഗരത്തിനകത്ത് ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഇവിടെ തീ പിടിച്ച് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫയർ വരുന്നത്. അതിനുശേഷവും ഇപ്പം എയർപോർട്ടിൽ നിന്നുള്ള മിഷൻ വന്നിട്ട് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. അത് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വലിയൊരു നഗരത്തിൽ ഇത്തരം വലിയൊരു തീപിടുത്തം നിയന്ത്രിക്കാനുള്ള സംവിധാനം നമുക്കില്ല. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും അത് ശരിയാണ്. താങ്കൾ പറഞ്ഞ മുൻകരുതൽ വളരെ ഗൗരവത്തോടെ വേണ്ടതാണ്. പക്ഷേ ആ ഘട്ടത്തിലും ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പം നല്ല രീതിയിൽ അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഫയർഫോഴ്സിൻ്റെ ആളുകളായാലും അവരുടെ കഠിന പ്രയത്നം ഈ കോഴിക്കോട് നഗരത്തിലുണ്ടായ തീപിടുത്തത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവരോട് വ്യാപാരികൾക്ക് കടപ്പാടുമുണ്ട്. ഒരാശങ്കയുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്നുള്ള ആശങ്കയിലാണല്ലോ. അതായത് ഇപ്പം 3 കടകളാണ്. ഇപ്പം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസും കാലിക്കറ്റ് ഫാബ്രിക്സ്, പിന്നെ PRC മെഡിക്കൽസിൻ്റെ ടോപ്പ് ഭാഗം, ഇനി ഈ മറ്റേ ബസാർ, അവിടേക്ക് കടന്നാൽ അത് വലിയൊരു സ്ഥാപനമാണ്. അവിടേക്ക് കടന്നാൽ കോഴിക്കോട് നല്ല രീതിയിൽ നഷ്ടം സംഭവിക്കും. അവിടേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യണമെന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. തീർച്ചയായും ഈ ആശങ്കയാണ് ഇപ്പോൾ നിലവിൽ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ അതിൻ്റെ ആ ഭാഗത്തുള്ള സ്ഥാപനങ്ങൾക്കാണ് തീ പടർന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഗോഡൗണാണ്, കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗണാണ് പ്രധാനമായിട്ടും ഈ തീപിടുത്തത്തിൽ പൂർണ്ണമായും ഇല്ലാതായത്.